മറിയം എലിസബത്തിനെ കാണാനായി തിടുക്കത്തിൽ യാത്ര ചെയ്തു എന്ന സംഭവമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. രണ്ടുപേരും ഏറെ നാളുകൾക്ക് ശേഷം കാണുന്നവരാണ്. പക്ഷേ രണ്ടുപേരും ഒത്തിരിയേറെ ഉള്ളിൽ വേദനകളും അതിനേക്കാളും ഉപരി ഒരു ദൈവിക ഇടപെടലിലൂടെയും കടന്നു പോയതുകൊണ്ട് അവർക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരിയേറെ ചിന്തിക്കാനുമുണ്ട്. തിടുക്കത്തിലൊരു യാത്ര എന്ന് പറയുമ്പോൾ ഒത്തിരിയേറെ ദൂരം സഞ്ചരിച്ചാണ് മറിയം എലിസബത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഏകദേശം ഒരു 70 കിലോമീറ്ററോളം യാത്ര. ഇത്രയും യാത്ര ചെയ്ത് എലിസബത്തിലേക്ക് എത്തുമ്പോൾ അത് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കല്ല, മറിച്ച് ഒരു ഹൃദയത്തിൽ നിന്ന് മറ്റൊരു ഹൃദയത്തിലേക്കുള്ളൊരു യാത്രയാണ്. കാരണം രണ്ടുപേരുടെ ജീവിതത്തിലും ഒരു പ്രത്യേക ദൈവിക ഇടപെടലുണ്ടായിട്ടുണ്ട്. ഒരാൾ പുരുഷനറിയാതെ ഗർഭം ധരിക്കുന്നു, ഒരാൾ വാർദ്ധക്യത്തിൽ ഗർഭം ധരിക്കുന്നു. ഇങ്ങനെ രണ്ടുപേരും തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുന്നു. ഈ കൂടിക്കാഴ്ചയിൽ അവർക്ക് പറയാനുള്ളത് ഒത്തിരിയേറെ ദൈവിക ഇടപെടലിൻ്റെ അനുഭവങ്ങളാണ്, ഒത്തിരിയേറെ ആശങ്കകളുടെയും സങ്കടത്തിൻ്റെയും ഇടപെടലാണ്. പക്ഷെ ഇതൊന്നുമല്ല അവർ സംസാരിക്കുന്നത് പരസ്പരം സന്തോഷത്തിൻ്റെ കഥകളാണ്. പരസ്പരം അവരെ ഗ്രീറ്റിങ്സൊക്കെ വളരെ സ്നേഹത്തിൻ്റെ ഗ്രീറ്റിങ്സാണ്, ദൈവവുമായി ബന്ധപ്പെട്ട ഗ്രീറ്റിങ്സാണ്. അതാണ് എലിസബത്ത് കന്യകാമരത്തെ കാണുമ്പോൾ തന്നെ പറഞ്ഞു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം. വളരെ സൗമ്യതയോടെ ഉള്ളിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടായിരിക്കുമ്പോഴും ആ പ്രശ്നങ്ങളോ ആ വേദനകളോ ഇനി ഈ സൊസൈറ്റി അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങളോ ഒന്നിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാതെ അവർക്ക് പരസ്പരം പറയാനുള്ളതൊക്കെ പരസ്പരം സ്നേഹത്തിൻ്റെയും സൗമ്യതയുടെയും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ്. രണ്ട് മനുഷ്യരുടെ കൂടിക്കാഴ്ചകൾ എത്ര മനോഹരമാകുന്നതല്ലേ. അവർക്ക് അവരുടെ സങ്കടങ്ങളോ വേദനകളോ ഒന്നും പറയാനില്ല, മറിച്ച് ദൈവിക ഇടപെടലിനെ കുറച്ചും കൂടി ഗൗരവത്തോടെ കണ്ട് പരസ്പരം സന്തോഷം പങ്കുവയ്ക്കാനേ അവർക്ക് സാധിക്കുന്നുള്ളൂ. ഈ ഒരു കൂടിക്കാഴ്ച നമ്മളെയും കുറച്ചും കൂടി ചിന്തിപ്പിക്കണം. നമ്മളൊക്കെ മനുഷ്യരെ പരസ്പരം കാണുന്നുണ്ട്. ഈ കാണുന്ന ഇടങ്ങളിലൊക്കെ നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഒത്തിരിയേറെ ആശങ്കകളും വേദനകളും നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. ഒത്തിരിയേറെ രഹസ്യങ്ങളും പരസ്യങ്ങളും നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാനുമുണ്ട്. ഈ കൂടിക്കാഴ്ചകളൊക്കെ എന്തിനെ ആശ്രയിച്ചാണ്? എലിസബത്തും മറിയവും പരസ്പരം കണ്ടപ്പോൾ അവർക്ക് ഉള്ളിലുള്ള ദൈവാനുഭവങ്ങളെ പറയാനുണ്ടായിരുന്നത്. അതുകൊണ്ട് അവരുടെ ഉള്ളിലെ കുഞ്ഞ് കുതിച്ച് ചാടി. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ദൈവിക അനുഭവം നമ്മുടെ കാണുന്നവർക്കും കൂടി ഒന്ന് പകർന്നു കൊടുക്കാൻ സാധിച്ചാൽ അത് നമ്മൾ മാത്രമല്ല, നമ്മുടെ ഉള്ളിലുള്ള ചില മനുഷ്യർക്ക് കൂടി ആശ്രയമുണ്ടാകുമെന്നുള്ളതാണ്. മറിയം എത്ര സന്തോഷത്തോടെയാണോ അവൾ ദൈവത്തെക്കുറിച്ച് അഭിവാദനം ചെയ്തത്, ഉടനെ എലിസബത്തിൻ്റെ ഉദരത്തിലെ കുഞ്ഞ് കുതിച്ചു ചാടുന്നു. അവളുടെ ഉള്ളിലെ ഒരു ജീവന് കൂടി ആ സന്തോഷം ഇരട്ടിയാകുന്നു. നമ്മുടെയൊക്കെ ഉള്ളിൽ ചില മനുഷ്യരൊക്കെ ഉണ്ട്, നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ചില മനുഷ്യർ. നമ്മൾ ആരോടാണോ ഇടപെടുന്നത് അവരുടെ സന്തോഷം നമ്മളുടെ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന മനുഷ്യരുടെ കൂടി അത് ആശ്രയിക്കും. നമ്മുടെ ഉള്ളിലെ മനുഷ്യരെയും കൂടി കുറച്ചും കൂടി സന്തോഷിപ്പിക്കും. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമ്മളെല്ലാവരും ഇനി കൂടിക്കാഴ്ചകളിലൊക്കെ എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മളൊക്കെ സംസാരിച്ച് തുടങ്ങുന്നത് കുറ്റങ്ങളെക്കുറിച്ചാകരുത്, വേദനകളെക്കുറിച്ചാകരുത്, സങ്കടങ്ങളെക്കുറിച്ചാകരുത്. ഇനി ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറച്ചും കൂടി ഗൗരവത്തോടെ കണ്ട് ആ സന്തോഷത്തെ പരസ്പരം പകർന്നു നൽകണം. അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ ഉള്ളിലുള്ള ചില മനുഷ്യർക്ക് കൂടി ആനന്ദമായി തീരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആത്മാവിലെന്നോടൊന്നിടപെടണേ.